ഹലോ. ഹലോ. എവിടെയാടോ? ഞാനിവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. അല്ല, ഒച്ചപ്പാടൊക്കെ ആയിരുന്നു വിളിച്ചപ്പോൾ നേരത്തെ. കുറച്ച് തിരക്കിലായിപ്പോയി. എന്നതായിരുന്നു പരിപാടി? കുറച്ച് കുറച്ച് വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരുന്നു. ഇപ്പം നമ്മളറിയാണ്ട് പരിപാടിയൊക്കെ ഉണ്ടല്ലേ? ഒരു പരിപാടിയില്ല. മുമ്പ് എങ്ങനെയായിരുന്നു നമ്മള്? നിങ്ങൾ വന്നിട്ടേ ഉള്ളൂ എല്ലാതും, അതുവരെ ഞാൻ ഒരു പരിപാടിക്കില്ല എന്ന് പറഞ്ഞ മോളല്ലേ? നിങ്ങളതിന് എത്ര നാളായി വന്നിട്ട്? എത്ര നാളായി ഓർമ്മയുണ്ടാ? പിന്നെ 10 കൊല്ലായ? 10 കൊല്ലൊന്നും ആയിട്ടില്ല. അത് മതി മോളെ, ഓർമ്മയുണ്ടല്ലോ. എന്നിട്ടെന്താ? എന്താ പറയും? എനിക്ക് ഭയങ്കര ബോറടി അവിടെ. ബോറടിക്കണ്ട അത്രയ്ക്ക്? ഇപ്പില്ല, പിന്നെ കുറച്ച് മുന്നേ, 2 ദിവസമൊക്കെ മുന്നേ. ഞാൻ വിചാരിച്ചേ 2 മിനിറ്റ് മുന്നേ എന്ന് പറയാൻ പോയതായിരിക്കും. എന്നിട്ട് ബോറടിയൊക്കെ മാറിയണ്ടേ? പിന്നെ നേരത്തെ ബഹളം കിട്ടിയില്ലേ? ഞാൻ വിചാരിച്ച അവിടെ എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട്. കച്ചറൊന്നുമില്ല, സംസാരിച്ചതാ. ഇങ്ങനെയാണ് ഈ സംസാരിക്കണം? ഞാനല്ലല്ലോ. പിന്നെ ആരാ? എല്ലാരും കൂടി ഉണ്ടാവുമ്പോ ഒത്തിരി ബഹളമൊക്കെ ഉണ്ടാവും. അതെനിക്കറിയാം, എൻ്റെ വായിക്ക് കുറച്ച് നീളം കൂടുതലാണ് നാവിന്. എങ്ങനെ എല്ലാവരും പോയോ? എല്ലാരും പോയി. ഇനി എന്താ അടുത്ത പരിപാടി മകളുടെ? എന്താ ഇങ്ങക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയണം. ഞാൻ വിചാരിച്ചു വിളിച്ചിട്ട് എന്തെങ്കിലും തരാമെന്ന് പറയുമായിരിക്കും. സർപ്രൈസ്. ഇപ്പൊ തരും, കാത്തിരിക്കുവാ. ഇപ്പൊ എങ്ങനെ വരുവോ? ഇല്ല. ഉറപ്പാ? ഉറപ്പ്. ഷോ. നിരാശയായി വീണ്ടും. സത്യം. അനക്കോ? എനിക്ക് നിരാശയൊന്നും വന്നില്ല. കാണാതിരുന്നിട്ടാ? നിരാശയില്ല? നിരാശയൊന്നുമില്ല. സങ്കടം ഉണ്ടായിരുന്നു. എനക്കങ്ങനെയൊന്നുമല്ല. ഫസ്റ്റൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ പിന്നെ സങ്കടമൊക്കെ മാറി. എനിക്ക് കാണാതിരിക്കുമ്പോ ഒരുമാതിരിയാണ്. എന്നിട്ട് വരണം ഒരു ചിന്തയേ ഇല്ല. വായോട് ഇങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ആ ചിന്ത ഉണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞ. എനിക്ക് ഭയങ്കര സങ്കടമൊന്നും കാണാണ്ടിരുന്നില്ല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ എനക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ യാത്ര ചെയ്യാനൊക്കെ. അതുകൊണ്ടല്ലേ വിളിക്കാത്തെ. അയ്യോ, ഞാൻ ഇങ്ങോട്ട് ഇങ്ങ പോവുള്ളൂ. ഇങ്ങ പോകുമ്പോ ഞാനും വരും. എനിക്ക് ഒറ്റക്ക് വരാനാ പേടി. ഇനിയിപ്പോ നമുക്ക് ഇരട്ടിക്കാക്കാം കേട്ടോ. കേട്ടാ? ഇരട്ടക്കാക്കണ്ട, നമുക്ക് 2 ആൾക്ക് ഒരുമിച്ച് പോവാം. ആയിക്കോട്ടെ സാറേ.